സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ രണ്ടാം ദിനം അങ്ങനെ പൊടിപൊടിക്കുകയാണ്. ഇപ്പോൾ ഉച്ച സമയമൊക്കെ എല്ലാവരും ആഹാരം കഴിക്കാനുള്ള തിരക്കിലാണ്. ഇന്ന് ഈ ഫ്രെയിമിലൊരു വിശിഷ്ട അതിഥിയുണ്ട്. അതിഥിയല്ല, ഇതിൻ്റെ ആതിഥേയരായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറുണ്ട്. സാർ ആഹാരം കഴിക്കുന്നതിനിടയിൽ ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. രണ്ടാം ദിനം എങ്ങനെയുണ്ട് സാർ? എല്ലാം വിചാരിച്ചതുപോലെയും തീരുമാനിച്ച പോലെ നടക്കുകയാണ്. വൻ വിജയമാണ്. ഇന്നലെ അതിൻ്റെ 17,000 പേർ ആഹാരം കഴിച്ചു. ഇന്നൊരു 20,000 പേരാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും സംതൃപ്തരാണ്, ആർക്കും പരാതിയില്ല. മത്സരങ്ങളെല്ലാം കൃത്യം രാവിലെ 9:30 മണിക്കും 10 മണിക്കും ഇടയിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. സാധാരണ രാവിലെ ഇവിടെ കാണികൾ കുറവാണ് തിരുവനന്തപുരത്ത്. ഇപ്പോൾ സദ്യയൊക്കെ എങ്ങനെയുണ്ട് സാർ? സദ്യയെല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് കഴിച്ചാണ്, ഈ വർഷം കഴിക്കുന്നുണ്ട്. ഈ കുട്ടികളുമായിട്ട് ഇന്ന് സദ്യ കഴിക്കാമെന്ന് തീരുമാനിക്കാനുണ്ടായ കാരണം ഇന്ന് മാത്രമാണോ? അല്ല, എല്ലാ ദിവസവും ഞാൻ ഇവിടെ നിന്ന് തന്നെ കഴിക്കാൻ പോകുന്നത്. കാരണം അവർ കഴിക്കും, ഞാൻ വേറെ കഴിക്കുന്നത് ശരിയല്ലല്ലോ. അതെ അതെ, അവർ ആ ഒരു ഭയത്തിലൊക്കെയാണോ? എങ്ങനെയാണ്, ഒരു പേടിയൊക്കെ ഉണ്ടോ? സാറിനോട് ഇരുന്ന് കഴിക്കുന്ന വളരെ സന്തോഷമാണ്. സംസ്ഥാനത്തിന്റെ മന്ത്രിയോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു ഭയമൊക്കെ ഉണ്ടോ? ഹാപ്പിയാണ്. സീനാണ്. സാറിനോട് ഇരുന്ന് കഴിക്കുന്ന സാറിനോടൊക്കെ ഇരുന്ന് കഴിക്കുന്ന പറയുമ്പോൾ വലിയ ഭാഗ്യം തന്നെ വേണം. അതെ, അപ്പോൾ എന്തായാലും വലിയ സന്തോഷമാണ് എല്ലാവരും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടൊപ്പം തന്നെ ഇരുന്ന് ഉച്ച ഊണ് കഴിക്കാൻ അവസരം ലഭിച്ചത് വലിയ സന്തോഷത്തിലാണ് കുട്ടികൾ. മന്ത്രി അതിനേക്കാൾ വലിയ സന്തോഷത്തിലാണ്. എല്ലാ ദിവസവും ഇവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹം ആഹാരം കഴിക്കുന്നത്. കുട്ടികൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഞാൻ മാത്രം എന്തിനാണ് മറ്റൊരിടത്തിരുന്ന് ആഹാരം കഴിക്കുന്നതെന്ന ചോദ്യമാണ് മന്ത്രിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും മനോഹരമായി മുൻപോട്ട് പോകുന്നു ഈ കലോത്സവം. ആ മനോഹരമാർന്ന കലോത്സവ വേദിയിൽ മന്ത്രിയുടെ സാന്നിധ്യം വളരെ സുന്ദരമാർന്ന ഒരു നിമിഷം തന്നെയാണ്.